സർവകലാശാലകളിൽ ചാൻസലർക്കുള്ള പ്രാധാന്യം വെട്ടിക്കുറയ്ക്കാനും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കം ചെയ്യാനുമുള്ള ബില്ലുകൾ കേരള നിയമസഭ പാസാക്കി ചാൻസലറായിരിക്കുന്ന സാക്ഷാൽ ഗവർണർക്ക് സമർപ്പിക്കും. ഗവർണർ അത് ഒപ്പിടാതെ പിടിച്ചു വയ്ക്കുകയും കുറേ കാലത്തിന് ശേഷം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്ത കാര്യം നമ്മൾ പലതവണ ഇവിടെ ചർച്ച ചെയ്തതാണ്. അതിനുശേഷമാണ് ചാൻസലറും സർക്കാരും തമ്മിലുള്ള ബന്ധം വളരെ മോശമായത്. ഗവർണറും സർക്കാരുമായിട്ടുള്ള ബന്ധവും അതോടൊപ്പം തന്നെ വഷളായി. പക്ഷേ ചാൻസലർ സ്ഥാനമായിരുന്നു ഈ തർക്കത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ചാൻസലറും സർക്കാരും തമ്മിലുള്ള പിടിവലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിപ്പോഴും തീർന്നിട്ടില്ല, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് SFIക്കാർ ഇദ്ദേഹത്തിനെ കരിങ്കൊടി കാണിക്കാൻ തുടങ്ങിയത്. പോകുന്ന വഴിക്കൊക്കെ മാർഗതടസ്സം ഉണ്ടാക്കി യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന രീതിയിലുള്ള ബാനറുകൾ ഉയർത്തുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതുകൂടിയാണ് സഖാവ് ആർഷോയും അനുശ്രീയുമൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ താരങ്ങളായി മാറിയത്. ആരിഫ് ഖാനും മോശക്കാരനല്ല എന്ന് വെച്ചു. ഏതായാലും ഈ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുണ്ടല്ലോ, അത് രാഷ്ട്രപതി ഒപ്പിടാതെ തിരിച്ചയച്ചു. ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് രാഷ്ട്രപതി അതിനകത്ത് എഴുതിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇത് മടങ്ങി വന്നതോടുകൂടി ചാൻസലർ സ്ഥാനത്ത് ആരിഫ് ഖാൻ്റെ ഇരിപ്പ് ഒന്നുകൂടി ശക്തമായി. കാരണം ചാൻസലറല്ല തള്ളിക്കളഞ്ഞത്, ഗവർണറല്ല തള്ളിയത് രാഷ്ട്രപതിയാണ്. ഇനി നിയമസഭ വിളിച്ചുകൂട്ടി ഇത് രണ്ടാമത് പാസ്സാക്കി എടുത്താൽ തന്നെ രാഷ്ട്രപതി അംഗീകരിക്കുമോ നമുക്കറിയില്ല. രാഷ്ട്രപതി തള്ളിയതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയാൽ അവിടെ എന്ത് സംഭവിക്കുമോ അതും അറിയില്ല. ഇവർക്ക് നിയമോപദേശം കൊടുത്ത ഫാലിയസ് നരിമാനാണെങ്കിലും മരിച്ചുപോയി. ഇനി കോടിക്കണക്കിന് രൂപ കൊടുത്ത് ആരുടെ അടുത്ത് നിന്ന് നിയമോപദേശം തേടും? ആ നിയമോപദേശത്തിന് കോടതി ചെല്ലുമ്പോൾ എന്ത് വിലയുണ്ടാവും എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ചാൻസലർ ഇപ്പോൾ ജയിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭരണകാലാവധിക്കുള്ളിൽ അദ്ദേഹത്തെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റുകയില്ല എന്ന കാര്യം ഏതാണ്ട് പകൽ പോലെ വ്യക്തമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ വൈസ് ചാൻസലർമാരെ തട്ടാനുള്ള ഇദ്ദേഹത്തിൻ്റെ പരിപാടി അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തിയത്. 4 VCമാരെ പുള്ളി നേരിട്ട് കേൾക്കുന്നതിന് നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചു. 3 പേര് ഹാജരായി. ഞങ്ങൾ നിരപരാധികളാണ്, മാർക്സിസ്റ്റുകാരെ ഞങ്ങളെ നിയമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും വൈസ് ചാൻസലർ സ്ഥാനത്തിരുന്ന് കഞ്ഞി കുടിച്ച് പോകാൻ അനുവദിക്കണം എന്ന് 3 പേരും ആവശ്യപ്പെട്ടു. ഈ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ മുബാറക് പാഷ ആൾ അന്തസ്സുള്ളവനാണ്. പുള്ളിക്ക് മനസ്സിലായി ഗവർണറുടെ അടുത്ത് ചാൻസലറുടെ അടുത്ത് ഒരപേക്ഷയുമായിട്ട് ചെന്നാൽ പുള്ളി ഒരു കാരണവശാലും അത് സ്വീകരിക്കുകയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഹിയറിങ്ങിൻ്റെ തലേ ദിവസം തന്നെ അദ്ദേഹം രാജിക്കത്ത് എഴുതി ചാൻസലർക്ക് സമർപ്പിച്ചു. ചാൻസലർ അത് സ്വീകരിച്ചില്ല. അത് സ്വീകരിക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. മുബാറക് പാഷയെ അങ്ങനെ വിടാൻ പുള്ളി ഉദ്ദേശിച്ചിട്ടില്ല. പാഷയ്ക്ക് പാഷാണം കലക്കി കൊടുത്തിട്ട് ചാൻസലർക്ക് തൃപ്തി വരികയുള്ളൂ. അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിക്കാതെ പിരിച്ചുവിടാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പിരിച്ചുവിടൽ ഉത്തരവ് നാളെ മറ്റന്നാളോ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു പരിണതിയിലാണ് നമ്മുടെ പൂക്കോട് വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അവിടെ ഒരു ചെറുപ്പക്കാരൻ തൂക്കി മരിക്കും. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ വിവാദങ്ങളുണ്ടാകും. പ്രതിപക്ഷ പാർട്ടികൾ ഭരണകക്ഷിക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കും. ഭരണകക്ഷിക്കാർ ഞങ്ങൾ ഈ നാട്ടുകാരല്ല മാവിലേക്കാരാണ് എന്ന നിലപാട് സ്വീകരിക്കും. വിദ്യാർത്ഥിയുടെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ അറിയാത്ത അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ലാത്തത് നമ്മുടെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി ശല്യത്തെക്കുറിച്ച് വാചാലനാവും. അദ്ദേഹത്തിൻ്റെ അലക്കി തേച്ച് വയ്ക്കുന്ന വസ്ത്രങ്ങളിൽ മരപ്പട്ടിയുടെ മൂത്രവും കാഷ്ടവും വീഴുന്നതിനെക്കുറിച്ചാണ് മുഖ്യൻ വേവലാതി. അതുപോലെ തന്നെ ഓടിൻ്റെ പുറത്ത് വലിയ ബഹളം ഉണ്ടാവും. മരപ്പട്ടി ശല്യം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരുമോൻ മന്ത്രി ക്ലിഫ് ഹൗസ് പുതുക്കിപ്പണിയുന്നതിന് മറ്റ് മന്ത്രിമന്ദിരങ്ങൾ പുതുക്കിപ്പണിയുന്നതിന് വലിയ സംഖ്യ അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മരപ്പട്ടി ശല്യത്തേക്കാൾ പ്രധാനപ്പെട്ട വേറെ വിഷയങ്ങളും ഈ നാട്ടിലുണ്ട് എന്ന കാര്യം നമ്മുടെ മുഖ്യൻ മറന്നുപോയി. ചാൻസലറാണെങ്കിൽ ആ ഒരു അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ചു. അദ്ദേഹം ഈ മരിച്ച അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ചെറുപ്പക്കാരൻ്റെ വീട് സന്ദർശിച്ച് സന്തപ്ത കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഈ കുറ്റവാളികളെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് പ്രഖ്യാപിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്തു. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കളുമൊക്കെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലെത്തിയിരുന്നു. പക്ഷേ മജിസ്ട്രേറ്റ് ഈ നേതാക്കളെ വേണ്ട രീതിയിൽ ബഹുമാനിച്ചില്ല. അതുകൊണ്ട് പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരിപ്പോൾ സബ് ജയിലിൽ കഴിയുകയാണ്.
അതവിടെ കഴിയുമ്പോൾ തന്നെ ഈ റാഗിങ് തടയുന്നതിൽ വീഴ്ച വരുത്തി എന്ന ആരോപണമുള്ള അവിടുത്തെ വാർഡനുണ്ട്. അയാളെയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുനിച്ചു നിർത്തി ഇടിക്കണം എന്ന് പറഞ്ഞ ആ മഹാനായ ഡീനുണ്ട്. അയാളാണിത് മുഴുവനും വഷളാക്കി. ഈ രണ്ട് പുങ്കവന്മാരെയും സസ്പെൻഡ് ചെയ്യണം എന്നൊരാവശ്യം പൊതുവെ ഉണ്ടായി. പക്ഷേ ഇവർക്ക് ഭരണകക്ഷിയുടെ വലിയ പിന്തുണയുണ്ട്. ഡീൻ പ്രത്യേകിച്ചും പാർട്ടി ഓഫീസിൽ കുടിയെടുപ്പുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നടപടി എടുക്കാൻ വൈസ് ചാൻസലർക്ക് ധൈര്യം വരികയില്ല. അതുകൊണ്ട് വൈസ് ചാൻസലർ ഇയാളെ എന്ത് ചെയ്യണം, വേണമോ വേണ്ടയോ വേണ്ടയോ വേണമോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാലത്ത് പുള്ളി സസ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കും. ഉച്ചയാകുമ്പോഴത്തേക്ക് ആ തീരുമാനം മാറ്റും. വൈകുന്നേരം ആകുമ്പോൾ ഒരു വിശദീകരണം ചോദിക്കാമെന്ന് വിചാരിക്കും. രാത്രി ആകുമ്പോഴത്തേക്ക് അതും മാറ്റും. അങ്ങനെ വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ചാൻസലറുടെ സവിശേഷമായ അധികാരം ഉപയോഗിച്ച് വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തത്. വൈസ് ചാൻസലറെ പിരിച്ചുവിടില്ല, പക്ഷേ സസ്പെൻഡ് ചെയ്യും. ആ ഉത്തരവ് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് വയറ് നിറഞ്ഞു. വൈസ് ചാൻസലർക്ക് വയറ് നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് ശശി എന്നാണ്. അങ്ങനെ പുള്ളി ശരിക്കും ശശിയായി. പുള്ളി ഉടനെ തന്നെ പേനയെടുത്ത് ടോപ്പ് കുത്തി ഞാൻ പിന്നെ കാണാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അങ്ങനെ വൈസ് ചാൻസലറെ പണി തീർന്നു. വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തത് സർക്കാരിനോട് ആലോചിക്കാണ്ടാണ് എന്ന് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി പറഞ്ഞു. സർക്കാരിനോട് ആലോചിച്ചെങ്കിൽ ഇത് ഒരു കാരണവശാലും നടക്കുമായിരുന്നില്ല. ഇവിടെ ഡീനെ സസ്പെൻഡ് ചെയ്യാൻ പോലും സാധിക്കാത്ത വൈസ് ചാൻസലർ പിന്നെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യാനായിട്ട് സർക്കാർ സമ്മതിക്കും? ഒരിക്കലും സമ്മതിക്കില്ല. പിന്നെ ഈ പ്രതികളെന്ന് പറയുന്ന എല്ലാ തല്ലിപ്പുളികൾക്കും ഭരിക്കുന്ന പാർട്ടിയുടെ ശക്തമായ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് അവരിത് ചെയ്തത്. അവർക്ക് പിന്തുണ ഉണ്ട് എന്നറിയാവുന്നതുകൊണ്ടാണ് ഡീനും വാർഡനും ഇത്ര വലിയൊരു അതിക്രമം അവിടെ നടന്നിട്ട് അറിഞ്ഞ ഭാവം നടിക്കാഞ്ഞത്. ഈ അനുശോചന യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ പോലും അവിടെ മർദ്ദിച്ച വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാം എന്നാണ് ഡീൻ സാർ പറഞ്ഞത്. മർദ്ദനമേറ്റ് മരിച്ച വിദ്യാർത്ഥിയെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു വേവലാതി ഉണ്ടായിരുന്നില്ല, ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നില്ല. ഒരു രക്ഷകർത്താവ് ഇതേക്കുറിച്ച് ചോദിച്ചു, ആ പോലീസ് കേസ് എന്തായാലും ചോദിച്ചപ്പോൾ അത് പോലീസുകാർ അന്വേഷിച്ചോളും, അതിനെക്കുറിച്ചൊന്നും താൻ ആലോചിച്ച് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ ആ അധ്യായം അടയ്ക്കുകയാണ് നമ്മുടെ മഹാനായ ഡീൻ ചെയ്തത്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഡീനായിട്ട് ആ കസേരയിൽ ഉറച്ചിരുന്ന് ഭരണം നടത്താമെന്നാണ് വിചാരിച്ചെങ്കിൽ അത് ഈ നാട്ടിൽ നടപ്പില്ല എന്നാണ് നമ്മുടെ ചാൻസലർ അദ്ദേഹത്തിൻ്റെ ആ ധീരമായ തീരുമാനത്തിലൂടെ ആ ലോകത്തെ അറിയിച്ചത്. ഇത് കേൾക്കുമ്പോൾ ഈ ചാൻസലർ ചെയ്തത് ഭരണഘടനാപരമായിട്ട് ശരിയാണോ, അല്ലെങ്കിൽ നിയമപരമായിട്ട് അതിന് സാങ്കത്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഭരണഘടനാ കുതുകികളുണ്ട്. പക്ഷേ ചാൻസലർക്ക് അപരിമിതമായ അധികാരമാണ് സർവകലാശാല നിയമത്തിലുള്ളത്. അതിനെ പരിമിതപ്പെടുത്താനാണ് നമ്മുടെ സർക്കാർ ഉദ്യമിച്ചത്. അതാണ് രാഷ്ട്രപതി നിരാകരിച്ചത്. ഇനി ആരിഫ് ഖാനെ പോലെ നട്ടലിലുള്ള ഒരാളെ മാറ്റിയിട്ട് ഏതെങ്കിലും വാഴകളെ അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതും നടക്കുകയില്ല എന്നിപ്പോൾ തെളിഞ്ഞിരിക്കും. ഏതായാലും ഈ കാര്യത്തിൽ ഞാൻ ചാൻസലറുടെ കൂടെയാണ്. ഇതുപോലെയുള്ള ക്രിമിനലുകളെ വച്ച് വാഴിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. അവർക്ക് കൂട്ടുപിടിക്കുന്ന ഡീനെയും വാർഡനെയും അവരെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന വൈസ് ചാൻസലറെയും ഒരു മിനിറ്റ് മുമ്പ് അവിടുന്ന് എഴുന്നേൽപ്പിച്ചു വിടേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇത് പറയുന്നതിന് എന്ത് നടപടി വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ്. യാതൊരു സംശയവും ഇല്ലാ കാര്യത്തിൽ. ആ മരിച്ചുപോയ ചെറുപ്പക്കാരൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇങ്ങനെ ധീരമായൊരു നിലപാട് സ്വീകരിച്ച ഗവർണറെ സർവാത്മന അഭിനന്ദിക്കുന്നു. അതിൻ്റെ പ്രത്യാഘാതം എന്ത് തന്നെയായാലും ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു.